വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. 2025 മാനവ വികസന സൂചിക, അതായത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 130ആണ്. എത്രയാണ് റാങ്ക്? 130. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായ അൺജിഗാദ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പോൾ വാൾട്ടിൽ 12ാം തവണയും ലോക റെക്കോർഡ് ഭേദിച്ച അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ഏത് രാജ്യത്തെ കായിക താരമാണ്? സ്വീഡൻ. പോൾ വാൾട്ടില് 12ാം തവണയും ലോക റെക്കോർഡ് ഭേദിച്ച അർമാൻഡ് ഡ്യൂപ്ലാന്റിസ് ഏത് രാജ്യത്തെ കായിക താരമാണ്? സ്വീഡൻ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2025 ജൂണിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തെ തന്നെ ഏറ്റവും ഉയരമുള്ള ആർച്ച് റെയിൽവേ പാലം ഏതാണ്? ചിനാബ് പാലം. മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ സിനിമാ താരം ഏതാണ്? ആരാണ് നിയമിതയായത്? കത്രീന കെഫ് ആണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാംശു ശുക്ല. G7 സംഘടനയുടെ 51ാമത്തെ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏതാണ്? കാനഡ. 2025 മെയ്യിൽ അന്തരിച്ച MR ശ്രീനിവാസൻ ഏത് മേഖലയിൽ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായിരുന്നു? ഏത് മേഖലയാണ്? ആണവോർജം. ഐക്യരാഷ്ട്രസഭയുടെ 3ാമത്തെ സമുദ്ര സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? ഫ്രാൻസ്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതിയുടെ പേരെന്താണ്? ഹാർട്ട് ലാമ്പ്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പ്രവിശ്യ ഏതാണ്? ബലൂചിസ്ഥാൻ. 31ാം തവണയും എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലെത്തി ആ നേട്ടം ഏറ്റവും കൂടുതൽ തവണ കൈവരിക്കുന്നതിന്റെ റെക്കോർഡിട്ട താരം ആരാണ്? കാമി റീത്ത. 2025 ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസിന് ആതിഥ്യം വഹിച്ച സംസ്ഥാനം ഏതാണ്? ബീഹാർ. IPL ക്രിക്കറ്റിൽ കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? വൈഭവ് സൂര്യവംശി. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് സ്ഥാപിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ലേസറുകൾ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടാനുള്ള സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയ എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ 4ാമത്തെ രാജ്യമാണ്. കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായ ലിയോ 14 ഏത് രാജ്യക്കാരനാണ്? അമേരിക്കക്കാരനാണ്. അടുത്തത്, ന്യൂക്ലിയർ സബ്മറൈനുകൾക്ക് നേവൽ ബേസ് നിർമ്മിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പ്രോജക്റ്റ് വർഷ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മുംബൈയിലാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ഹൾ 096 നിർമ്മിച്ചത് ഏത് രാജ്യത്താണ്? അതായത് ഇലക്ട്രിക് ഷിപ്പ് നിർമ്മിച്ചത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ് നിർമ്മിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് നൈപുണി പരിശീലനം നൽകി പ്രാദേശികമായി തൊഴിൽ ലഭ്യമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഓണത്തിന് 1,00,000 തൊഴിൽ. ഓരോ പേജിലും ഒരു യാത്ര എന്ന പ്രമേയത്തോടെ മധ്യ റെയിൽവേ തുടങ്ങിയ സംരംഭത്തിന്റെ പേരെന്താണ്? ഓരോ റെയിൽവേ സ്റ്റേഷനുകളിലെ വായനശാല. എന്താണ്? ഓരോ റെയിൽവേ സ്റ്റേഷനിലും ഒരു വായനശാല കേട്ടോ. സാങ്കേതിക തകരാറിനെ തുടർന്ന് 22 ദിവസത്തിലേറെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിടേണ്ടി വന്ന F-35 യുദ്ധവിമാനം ഏത് രാജ്യത്തിന്റെ നാവികസേനയുടേതാണ്? ബ്രിട്ടന്റെ. 2025-26 വർഷത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ ചരിത്രത്തിൽ ആദ്യമായി മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായി നിയമിക്കപ്പെട്ട വനിത ആരാണ്? പ്രിയ നായർ. കുഞ്ഞുങ്ങളിലെ മലേറിയ ചികിത്സയ്ക്കായി ആദ്യമായി വികസിപ്പിച്ചെടുത്ത ഏതു മരുന്നിനാണ് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയത്? കോർട്ടെം ബേബി.
ഇതാണ് കോർട്ടൻ ബേബി അല്ലെങ്കിൽ റായാമെറ്റ് ബേബി എന്ന് പറയും. ന്യൂയോർക്ക് ടൈംസിന്റെ 21-ാം നൂറ്റാണ്ടിലെ 100 മികച്ച സിനിമകൾ എന്ന പട്ടികയിൽ ഒന്നാമതെത്തിയ കൊറിയൻ ചലച്ചിത്രം ഏതാണ്? പാരാസൈറ്റ് ആണ്. ഗ്രീസിൽ നടന്ന വേൾഡ് അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂറിൽ 10.18 സെക്കൻഡിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ്? അനിമേഷ് കുജൂർ. ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ കമ്പനിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? സാഹിബ് ഖാനാണ്. കേരളത്തിനടുത്തുള്ള ആഴക്കടലിൽ തീപിടിച്ച സിംഗപ്പൂർ രജിസ്റ്റേർഡ് കപ്പൽ ഏതാണ്? വാൻഹായ് 503. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് ശുഭാംശു ശുക്ലയുടെ നേതൃത്വത്തിൽ ഏത് സസ്യത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചതായാണ് ആക്സിയം സ്പേസ് അറിയിച്ചത്? ഉലുവയും ചെറുപയറും. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം അതായത് ഭേദഗതി നിയമം 2005 പ്രകാരം ഹിന്ദു പിതാവിന്റെ സ്വത്തിൽ പെൺമക്കൾക്ക് തുല്യ അവകാശമുണ്ടെന്ന് പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ തന്റെ എത്രാം പിറന്നാളാണ് ജൂലൈ 7 ഇന്ത്യയിൽ ആഘോഷിച്ചത്? 90. പ്രസിഡന്റിനെയും കുടുംബത്തെയും അപമാനിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് ഏത് രാജ്യമാണ് XAI കമ്പനിയുടെ ചാറ്റ് ബോട്ടായ ഗ്രോക്കിനെ നിരോധിച്ചത്? തുർക്കി. എല്ലാ സർക്കാർ ജോലികളിലും 35% തസ്തികകളിൽ സ്ഥിരതാമസക്കാരായ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഇന്ത്യക്കായി ഒരു ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുക്കുന്ന താരവും 400 റൺസോ അതിലധികമോ നേടുന്ന ആദ്യ താരവും ആയത് ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് 2028ഓടെ ഇന്ത്യൻ വ്യോമസേന ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്ന ജാഗ്വർ മോഡൽ യുദ്ധവിമാനങ്ങൾ ഏതെല്ലാം രാജ്യങ്ങൾ ചേർന്ന് വികസിപ്പിച്ചതാണ്? ബ്രിട്ടനും ഫ്രാൻസും. 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏതാണ്? റിയോ ഡി ജനീറോ. കേരള സർക്കാർ ഹൈക്കോടതിയിൽ അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തതിനെ തുടർന്ന് സ്വിറ്റ്സർലൻഡ് എംബസി കമ്പനിയുടെ ഏത് കപ്പൽ അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവായത്? എംബസി അക്വിറ്റേറ്റ 2. എംബസി അക്വിറ്റേറ്റ 2. ഒന്നുകൂടെ പറയാം. കേരള സർക്കാർ ഹൈക്കോടതിയില് അഡ്മിറാലിറ്റി സ്യൂട്ട് ഫയൽ ചെയ്തതിനെ തുടർന്ന് സ്വിറ്റ്സർലൻഡ് എംബസി കമ്പനിയുടെ ഏത് കപ്പല് അറസ്റ്റ് ചെയ്യാനാണ് ഉത്തരവായതെന്ന് ചോദിക്കണേ. അപ്പോ എംബസി അക്വിറ്റേറ്റ 2 എന്നാണ് കപ്പലിന്റെ പേര്. ടെസ്ല സ്പേസ് എക്സ് സിഇഒ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ രൂപവൽക്കരിച്ച പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ്? ദ അമേരിക്കൻ പാർട്ടി. അപ്പൊ ഇത്രയാണ് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ സൺഡേ നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഭംഗിയായിട്ട് ക്ലാസ്സുകൾ കാണാം. താല്പര്യമുള്ള കുട്ടികൾ അത് എഴുതിയെടുത്ത് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയാണ് ക്ലാസ്. ഇതുപോലെയുള്ള മറ്റു ക്ലാസ്സുകളുമായി ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. അതിനു മുന്നേ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു.